വെൽക്കം ടു ലിഷാസ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഫാമിലാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാലോ. യെസ്, ഇത് ദെയ്ദിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാണ് നമ്മളിവിടെ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പയുടെ ചാനലായ കുക്കിംഗ് വിത്ത് ജോ, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ടാണ് വന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഫാമിലിത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ ഫാമിലി ഔട്ടിങ്ങും കാണിക്കാനായിട്ടാണ് ലിഷാസിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നും കഴിഞ്ഞ വിശേഷങ്ങളിലേക്ക് പോവാം. So without any further, let's get into the video. അത് തീ ഇങ്ങോട്ട് വെക്കണം. ഷോട്ട് നമ്പർ 2. അപ്പോൾ പപ്പ ഇവിടെ ടേബിള് അതുപോലെ തന്നെ വിറക്, ടെന്റ് അതൊക്കെ സെറ്റ് ചെയ്യാണ്. ടേബിള് സെറ്റ് ചെയ്തു. ജലസ് വായി നോക്കി നിൽക്കുക. നമ്മൾ ടെന്റ് വിരിക്കാൻ പോവാണ്. ഞാനാണ് ടെന്റിന്റെ ഓപ്പറേറ്റർ. എനിക്ക് മാത്രമാണ് എങ്ങനെ വിരിക്കണ്ടേ എങ്ങനെ ആക്കണ്ടേന്നൊക്കെ അറിയുള്ളൂ. അപ്പം അല്ലല്ല, സത്യമായിട്ടും നമുക്ക് വിരിച്ചു തുടങ്ങാം. എടാ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. സെറ്റപ്പ് ആയിട്ട് നമ്മൾ ഉള്ളിലൊക്കെ കയറി എക്സ്പ്ലോറിങ് ഉണ്ട്. വെയിറ്റ് ചെയ്യും. അപ്പോൾ ദേ പപ്പ കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഈ കാർഡ് ഇങ്ങനെ വരഞ്ഞോണ്ടിരിക്കുകയാണ്. पाकिस्तान का है हमारा ये फार्म का दिखते हैं. आपका नाम क्या है? मोहम्मद सफार. ओके, तो हम लोग इधर बड़ा एक कुकिंग कर रहे हैं अभी. ओके ഓക്കെ. അങ്ങനെ ഒരു വിധത്തിൽ ഒരു 5 മിനിറ്റ് ഇതിന് മേളിൽ നിന്ന് ടെന്റ് റെഡി ആയി. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കം ഓൺ. അപ്പോൾ അതേ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. കാർഡ് റോസ്റ്റിക്ക് ഒരു സ്പൂൺ മുളക്, മല്ലി. ഇനി മല്ലി ആഡ് ചെയ്യാൻ പോണം. ശല്യം മല്ലി കുറച്ച് മതിയാ? മല്ലി കുറച്ച് മതി. ഇത് അപ്പോൾ ഈ മുളക് നമ്മുടെ സ്പെഷ്യൽ മുളകാണ്, കാശ്മീരി മുളകാണ്. അപ്പം അതും ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം.
ഈ popcorn എന്താ? ഞാൻ പപ്പയുടെ സാധനം എടുത്തിട്ട് dig ചെയ്തു. ഓ സത്യം? ഞാൻ മണ്ണെടുക്കാൻ പറഞ്ഞോള്. പപ്പയ്ക്ക് ജോലി പോയായിരുന്നു. ഞങ്ങളുടെ പുൽക്കൂടി ഉണ്ടാക്കാറുണ്ട് മണ്ണ് വെച്ചിട്ട്. അത് ഞാൻ കാരണം അതെടുത്തിട്ട് ഞാൻ ഒറ്റ ഡിഗ് ചെയ്യും. ഗ്രൗണ്ട് ടച്ച് ചെയ്യരുത്. ഇത് വേണോ? അപ്പൊ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ലൊക്കേഷൻ മാറ്റി. അഫാമത്തെ ആൾക്കാർ നമ്മൾ അടിച്ചു പുറത്താക്കി. അതുകൊണ്ട് നമ്മളിപ്പോ അതിന്റെ അടുത്ത് ഒരു ഗുദാമിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ കുക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കാട റോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട്, ഹലോ ക്യാമറമാൻ, കാട റോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മളിപ്പോ കാട ഫ്രൈ ആക്കാണ്. സമയമില്ലാത്തോണ്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തിന്ന് അടിച്ചു പോവും. അപ്പൊ ഇനി കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, വീഡിയോന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഗ്രീനറി ഒക്കെ പ്രതീക്ഷിച്ച് വന്ന് ഫാമിൽ നമ്മൾ കുറച്ച് കുക്കിംഗ് വിത്ത് ജോലി ഞാൻ ഇടും, ഉറപ്പായിട്ട് ഇടും. കുറച്ച് ഗ്രീനറി ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ആദ്യത്തേലുണ്ട്. ഇപ്പൊ നമ്മളിനി ഫ്രൈ ചെയ്യാൻ പോണം. അപ്പൊ തീ കത്തട്ടെ. തീ കത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈയിങ് തുടങ്ങാം. സ്വാഹ സ്വാഹ. ചൂല് കാണിച്ച്, വലിയ ചൂല്, അതുകൊണ്ട് കുഴപ്പമില്ല. ജനസിന് ഹൈറ്റില്ലാത്തോണ്ടായിരിക്കാം. അഡുണ്ടി അടിക്കുന്നത് കാണിക്കൂ. ഞാൻ അടിക്കുന്നല്ല. ഓക്കെ, എന്താ ചെയ്യണേ? വീട്ടില് പോലും അടിക്കാത്ത ആളാണിപ്പോ ഈ സ്ഥലം മൊത്തം അടിച്ചു തീർക്കാൻ പോകുന്നത്. എപ്പൊ കഴിയുമെന്തോ. അങ്ങനെ മൂർച്ചയുള്ള ഭാഗമുണ്ടല്ലോ വെട്ടുന്നത്. ഇത് വെട്ട ആൾക്കാര് കൊടുത്തിട്ട് വരിക. അതാണ് മൂർച്ചയുടെ ഭാഗം. അതിന്റെ കുറച്ച് ഇലയുണ്ട്. കാട, നമ്മളുടെ കാടക്കുട്ടൻ വറുത്തോണ്ടിരിക്കുകയാണ്. കാടക്കുട്ടനോ? കാട വറുത്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് ഈ ഇലയിലേക്ക് ഇട്ടിട്ട് ഇതിട തിന്നാം. അതാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. അപ്പൊ വറുത്തോണ്ടിരിക്കാൻ നല്ല പൊങ്ങി കിട്ടോ. കട കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ മമ്മി സബോള കണ്ടോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ വറുത്തതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്ത്
അതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പം അതിന് വേണ്ടി സബോളാസ് അല്ല, ഓണിയൻസ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ഒരു ഇലയിലിട്ടു, വേപ്പില വെച്ചു, പിന്നെ സബോള വെച്ചു. അപ്പോ ഒരു കാടയുടെ അവകാശം സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. സവോള തിന്നാം. സ്റ്റാർട്ട് വിത്ത് കാട. So yummy. ലെമൺ സൂപ്പ്. Oh, that was it. നിങ്ങളെ മോള് ഇരുന്ന് ഒരു കാടേനെ ഇങ്ങനെ ഓപ്പറേഷൻ ലബോറട്ടറിയിൽ പോട്ടോ. എനിക്ക് കാടയുടെ കളർ കിട്ടി. So Janice, Jennifer and Jundi, Papa and Mummy signing from this episode of Lishas. അപ്പോൾ ഞങ്ങൾ കാട തിന്നോണ്ടിരിക്കുന്നുള്ളൂ, ഡിസ്റ്റർബ് ചെയ്യരുത്. ഇനി അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ ടാറ്റാ ബൈ. നമുക്ക് എല്ലാവർക്കും സന്തോഷം. Bye.